ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ ഈ സന്ധ്യകാലം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാനായിട്ട് കർത്താവ് നൽകുന്ന എല്ലാ കൃപകൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന ഈ സൂമിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാം ആയിരുന്ന സ്ഥാനങ്ങളിൽ, അതാത് മേഖലകളിൽ ദൈവം നമ്മെ പരിപാലിച്ചു, സൂക്ഷിച്ചു. ദൈവത്തിന്റെ വലിയ വിശ്വസ്തത നമ്മോട് കൂടെ ഉണ്ടാകും. ഹല്ലേലൂയ. ഇന്ന് സന്ധ്യകാലം നമുക്ക് നന്ദിയോടെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാം. അവൻ നമ്മുടെ ജീവിതത്തിൽ വലിയവനാണ്. തീർച്ചയായിട്ടും അവൻ വൻകാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവം നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ഇന്ന് സന്ധ്യകാലവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളോട് ശക്തമായിട്ട് ഇടപെടുവാൻ നമുക്ക് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കാം. എന്റെ മനസ്സിൽ ദൈവം ശക്തമായിട്ട് ഇടപെട്ട ഒരു ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്ക് ദൈവസന്നിധാനത്തിൽ ഇന്ന് സന്ധ്യകാല ധ്യാനത്തിനായിട്ട് നമുക്ക് അവിടേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം. റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കുന്നു. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. റോമയിലുള്ള ഒരു കൂട്ടം യഹൂദന്മാരായ ആളുകൾക്ക് ദൈവദിനത്തിന്റെ കാഴ്ചപ്പാടുകൾ ലഭിക്കേണ്ടതിന് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് എഴുതപ്പെട്ട ഭാഗമാണിത്. ഇതിനകത്തൂടെ നമുക്ക് ഒത്തിരി ആത്മീയ കാഴ്ചപ്പാടുകൾ നമുക്ക് ലഭിക്കാനായിട്ട് ഇടയായി. ദൈവദിനത്തിന്റെ ഒരു വലിയ ദൗത്യം എന്ന് പറയുന്നത് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. നമ്മുടെ കാഴ്ചപ്പാടുകളെ ഒന്നുകൂടെ നല്ലതാക്കി ദൈവത്തിന്റെ അടുക്കലേക്ക് ചെന്ന് ദൈവത്തെ അനുഭവിക്കുക, യേശുവിനെ നാം അനുഭവിക്കുക, നിത്യതയ്ക്ക് അവകാശികളായി തീരുക. ഈ ഭൂമിയിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ച ഓട്ടം തികയ്ക്കുക, ദൈവം നമ്മളിലൂടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഫലം അതിൻ്റെതായ നിലകളിൽ ചെയ്യുവാൻ പ്രാപ്തമാകുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ദൈവദിനത്തിലൂടെ ദൈവം നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഹല്ലേലൂയ. അപ്പോ ഈ റോമാലേഖനത്തിന് 2 ഭാഗമുണ്ട്. ആദ്യം ന്യായപ്രമാണം, അതിന്റെ പ്രസക്തിയും അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പൗലോസ് ഒത്തിരി വിശദമായിട്ട് പറയുന്നു. അപ്പോ 2-ാം ഭാഗം 12 മുതലുള്ള അധ്യായങ്ങളാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം പുലർത്തേണ്ട ഒത്തിരി കാര്യങ്ങൾ, രണ്ടാമത് പ്രാക്ടിക്കൽ ലൈഫിൽ വേണ്ട കാര്യങ്ങൾ 2-ാമത്തെ ഭാഗത്ത് പറയുന്നു. ഇവിടെ 12-ാം അധ്യായം 1-ാം വാക്യം, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിച്ചു. ഇവിടെ തുടങ്ങുമ്പോൾ മലയാളത്തിൽ സഹോദരന്മാരെ എന്ന് പറയുന്നു, പക്ഷെ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ അതുകൊണ്ട് സഹോദരന്മാരെ എന്നുള്ളൊരു പദം കൂടെ, ഫൈനലി എന്ന് ഉള്ള ഒരു പദം കൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 11 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു തുടർച്ചയായിട്ടുള്ള കാര്യമാണ് ഈ 12-ാം അധ്യായത്തിന്റെ 1-ലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 11 അധ്യായങ്ങളില് പൗലോസ് പറയും നമ്മുടെ വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളാണ്. കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടു. നാശത്തിനും ശാപത്തിനും യോഗ്യരായിരുന്ന നമ്മെ ദൈവം വീണ്ടെടുത്തു. നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യ പദവികളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. നമുക്കറിയാം 8-ാം അധ്യായത്തിൽ പറയുന്നു, ക്രിസ്തുയേശുവിനെ നമുക്ക് നൽകിയതിനോടുകൂടെ അവനോടുകൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ. അപ്പൊ കർത്താവിനെ നമുക്ക് കിട്ടി. അതാണ് ഇവിടെ ദൈവത്തിന്റെ മനസ്സലിവ് എന്ന് പറയുന്നത്. ഇന്ന് സന്ധ്യകാലം നാം ദൈവസ്ഥലിരിക്കുമ്പോൾ മനസ്സിലാക്കുക, യേശു നമുക്കുണ്ട്. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. സ്വന്തം യേശു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാ, നാം ധന്യരാ, നാം ഭാഗ്യമേറിയവരാ, നാം ഒത്തിരി ശ്രേഷ്ഠരായ ആളുകളാണ്. അത് തിരിച്ചറിഞ്ഞ് ദൈവത്തെ സേവിപ്പാനും സ്നേഹിപ്പാനും നമ്മുടെ ജീവിതത്തിൽ ഇടയാകട്ടെ. എന്നാൽ ഈ തലമുറയിൽ അനേകരെ വില മനസ്സിലാക്കാതെ, നമ്മുടെ നിലവാരം മനസ്സിലാക്കാതെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന പദവികളെ മനസ്സിലാക്കാതെ ലക്ഷ്യമില്ലാതെ ജീവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. എന്നാൽ ഇന്ന് സന്ധ്യകാലം മനസ്സിലാക്കുക, ദൈവം നമുക്കൊരു ഉന്നതമായ വിളിയും പദവിയും നൽകിയിരിക്കുന്നു. കർത്താവിനെ നമുക്ക് നൽകി, ദൈവത്തിന് നമ്മോട് മനസ്സറിഞ്ഞു. ഈ ഭൂമിയിൽ ഒത്തിരി ആളുകളുള്ളപ്പോൾ അവരുടെയൊക്കെ നടുവിൽ ദൈവത്തിന് നമ്മോടൊരു ദയ തോന്നി. അതിനായിട്ട് ഇന്ന് സന്ധ്യകാലം നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് ദയ തോന്നി നമ്മളെ വിളിച്ചത് കൊണ്ട് സ്തോത്രം. നാം അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകാനല്ല, മറിച്ച്
ദൈവം എന്തിനു വേണ്ടി നമ്മളെ വിളിച്ചിരിക്കുന്നു, എന്തിനു വേണ്ടി ദൈവം നമ്മളെ കണ്ടിരിക്കുന്നു, അതൊന്ന് തിരിച്ചറിഞ്ഞ് നാം ദൈവസ്ഥനിൽ ഒത്തിരി പ്രാർത്ഥിപ്പാൻ തക്കാണ് ഇടയായിത്തീരണം. ഹല്ലേലൂയ. അപ്പോഴാണ് ദൈവം നമ്മളിൽ സന്തോഷിപ്പാനായിട്ട് ഇടയാ. നമുക്കൊക്കെ മക്കളുണ്ട്. എനിക്ക് 3 മക്കളുണ്ട്. 3 മക്കളെ കുറിച്ച് നമുക്കൊരു ആഗ്രഹങ്ങളുണ്ട്. ഒത്തിരി ദൈവമക്കൾക്ക് ഒത്തിരി പ്ലാനും പദ്ധതിയൊക്കെ ഉള്ളവർ കണ്ടേക്കാം. പക്ഷെ നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നു, കർത്താവേ നിന്റെ ഹിതം പോലെ ആക്കണമേ. ഇപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളെ കുറിച്ച്. ആ ആഗ്രഹങ്ങൾ നല്ലതാണ്. സ്വന്തം മിക്കവാറും പ്രാർത്ഥനയോടെയുള്ള ആഗ്രഹങ്ങളാണെങ്കിൽ ദൈവം അവിടെ എത്തിക്കാൻ വിശ്വസ്തനാണ്. ദൈവത്തിന്റെ ഹിതമല്ലെങ്കിൽ നാം ഒരിക്കലും അവിടെ എത്തപ്പെടുകയുമില്ല. ഇതുപോലെ ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു ആഗ്രഹമുണ്ട്. അതാണ് എഫേസ്യ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ ഒരു അവകാശത്തിന് അഭിമാനം ഇന്നതെന്നും വിളിയാനുള്ള ആശ. അപ്പൊ നമ്മുടെ മേൽ ദൈവത്തിന് ഒരു ആശയുണ്ട്. ഇതിനകത്ത് സൂമിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ കുറിച്ച് ദൈവത്തിനൊരു ആശയമുണ്ട്, ദൈവത്തിനൊരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തെ കണ്ടുകൊണ്ടാണ് ദൈവം നമ്മളെ വിളിച്ചത്. ആ വിളിക്കകത്ത് ദൈവത്തിന് ഒത്തിരി ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, നീ എന്നെ കുറിച്ച് ഏത് നിലവാരത്തിൽ ഉപയോഗിക്കുവാൻ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നോ ആ നിലവാരത്തിൽ എനിക്ക് ആയിത്തീരണം എന്ന് ദൈവത്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നമ്മളെ സഹായിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അപ്പോ ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്ന നിലവാരത്തിൽ എത്തിച്ചേരാൻ ആവശ്യമായ ചില വചനങ്ങളാണ് ഇന്ന് രാത്രി നാം ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. നമ്മുടെ ജീവിതത്തിന് ഒത്തിരി ആത്മീയ കാഴ്ചപ്പാടുകൾ നമുക്ക് ലഭിക്കുകയാണ്. നമ്മുടെ കണ്ണുകൾ തുറക്കുകയാണ്, നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കുകയാണ്. നമ്മുടെ പുറമേ ഉള്ള കണ്ണുകൾ കൊണ്ടാണ് നാം ഈ ലോകത്തിൽ സഞ്ചരിക്കുന്നത്. ലോകത്തിലുള്ള കാര്യങ്ങൾ കാണുകയും നടക്കുകയും കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത് നമ്മുടെ പുറമേ ഉള്ള കണ്ണുകൊണ്ടാണ്. എന്നാൽ നമ്മുടെ അകമേ ഉള്ള കണ്ണുകൊണ്ടാണ് ആത്മീയ കാര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം നമുക്കിടയായിത്തീരുന്നു. സ്വന്തം ആ കണ്ണുകൾ നമുക്ക് പ്രകാശിച്ചു കിട്ടേണ്ടത് ഒത്തിരി ആവശ്യമാണ്. അതുകൊണ്ടാണ് സംഗീതത്തിൽ വായിക്കുന്നതിന് ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിന് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ എന്ന് പറയുന്നു. അപ്പൊ കണ്ണുകൾ തുറന്ന് ലഭിക്കണം, കാഴ്ചപ്പാടുകൾ വലുതാകണം. അങ്ങനെ കണ്ണുകൾ തുറന്നു കിട്ടി നാം കാണാൻ തുടങ്ങുമ്പോഴാണ് ദൈവത്തിന്റെ വഴി നമുക്ക് മനസ്സിലാകുകയും അങ്ങോട്ട് നാം തിരിയാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. ഇന്ന് രാത്രി ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവം ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോ അതിനെക്കുറിച്ചുള്ള വെളിപ്പാട്, അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആത്മീക അറിവ്, വെറും അറിവല്ല, ആത്മീക അറിവ് നമുക്ക് നൽകുവാൻ ഇടയായിത്തീരും. അങ്ങനെ നാം മനസ്സിലാക്കിയാലേ നമുക്ക് അതിലോട്ട് എൻ്റർ ആകാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലാതെ ദൈവം നമ്മളെ ഈ കണ്ണുകെട്ടി നടത്തുന്നത് പോലെ നടത്തുകയല്ല, മറിച്ച് ദൈവം പതുക്കെ പതുക്കെ നമുക്കൊരു ദർശനം നൽകാൻ തക്കവണ്ണം ഇടയാക്കും. യാക്കോബ് അപ്പനെയും ചേട്ടനെയും ഒക്കെ കളിപ്പിച്ച് അമ്മ വീട്ടിലേക്ക് ഓടിപ്പോകുന്നു. അപ്പൻ പറഞ്ഞു നീ ഇവിടുന്ന് പോകാൻ, അമ്മയും അപ്പനും കൂടെ അവനെ പറഞ്ഞു വിടുകയാണ്. എന്നാൽ പോകുന്ന വഴിക്ക് രാത്രിയിൽ ദൈവം അവനോട് സംസാരിക്കുന്നു. ആ സംസാരിക്കുന്ന ദൈവത്തിന്റെ ആ ഇടപെടലാണ് സത്യത്തിൽ യാക്കോബിന്റെ ജീവിതത്തെ ഒത്തിരി വലുതാക്കിയത്, യാക്കോബിന്റെ ജീവിതത്തെ അർത്ഥമുള്ളതാക്കി തീർത്തത്, അവനെ വലിയൊരു ജാതിയാക്കിയത്. ആ രാത്രിയിൽ ദൈവം അവന് കൊടുത്ത ആ ഒരു ഇടപെടലാണ്. അവന്റെ കണ്ണുകൾ തുറന്നു. അവന് മനസ്സിലായി, ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ ദൈവമുണ്ട്, എന്നെ നടത്താൻ ഒരു ഇടയനുണ്ട്, എനിക്കൊരു അപ്പനുണ്ട്, ഭൂമിയിലെ അപ്പനേക്കാൾ വലിയൊരു അപ്പൻ എനിക്കുണ്ടെന്നുള്ള കാര്യം യാക്കോബിന് മനസ്സിലായി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ദൈവശബ്ദം കേട്ട് ദൈവത്തിന്റെ ആലോചന സ്വീകരിച്ച് ദൈവത്തിന്റെ വഴികളെ കുറിച്ചും പദ്ധതികളെ കുറിച്ചും വ്യക്തമായിട്ട് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ യാക്കോബിന് മനസ്സിലായി, ഞാൻ പോയിട്ട് ഈ സ്ഥലത്ത് തന്നെ മടങ്ങി വരണം. സ്വതന്ത്രം എന്നുള്ളത് യാക്കോബിന് മനസ്സിലായി. അങ്ങനെ ഒരു കാഴ്ചപ്പാടോടെ യാക്കോബ് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ ദൈവസഭയിൽ പ്രാർത്ഥിക്കുക, കർത്താവേ എന്റെ അകത്തെ കണ്ണ് തുറന്നു തന്ന് ഞാൻ നടക്കേണ്ട വഴികളും ഞാൻ പോകേണ്ട ദൈവിക പദ്ധതികളും ആത്മാവിലൊന്ന് ഗ്രഹിച്ച് ഈ ദിവസങ്ങളിൽ അതിലൂടെ ഒന്ന് നടക്കുവാൻ എനിക്ക് ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു കാര്യം നിങ്ങൾ അറിയുക, നാം ദൈവത്തിന്റെ പദ്ധതിയോട് അടുക്കുമ്പോൾ, ദൈവത്തിന്റെ വഴികളിലോട്ട് നടക്കുമ്പോൾ സാഹചര്യങ്ങളോ നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ സന്ദർഭങ്ങളോ സാഹചര്യങ്ങളോ ആളുകളോ
ചെയ്യുമ്പോൾ ഒന്നും നമുക്ക് അനുകൂലമായിരിക്കത്തില്ല. ആമേൻ സ്തോത്രം. മറിച്ച് നമ്മുടെ സാഹചര്യങ്ങളെല്ലാം ദൈവപദ്ധതിയിലേക്ക് നീ അടുത്തിയില്ലെന്നതിന് എപ്പോഴും വിരോധമായിരിക്കും. അതിനെ ചാടിക്കടക്കാൻ, അതിനെ മറികടക്കാനുള്ള ഒരു ദൈവിക അഭിഷേകം ഇന്ന് രാത്രി നമ്മുടെ മേലെല്ലാം യേശുവിൻ നാമത്തിൽ പകരപ്പെടട്ടെ. അതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പൊ നമ്മുടെ മേൽ ദൈവത്തിന് മനസ്സലിവുണ്ട്. ഇന്ന് രാത്രി ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ശുശ്രൂഷിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന നമ്മെ എല്ലാം ജീവിതത്തിൽ ദൈവത്തിന് മനസ്സലിവുണ്ട്. ആ മനസ്സലിവ് കൊണ്ടാണ് നാം ഇന്ന് രാത്രി കാലം ഇവിടെ ഇരിക്കുന്നത്. സ്വതന്ത്രം. എന്നാൽ നമ്മുടെ മേൽ മനസ്സലിവ് ഉള്ളപ്പോൾ തന്നെ ആ ദൈവം നമ്മോട് കരുണ കാണിച്ചു, സ്നേഹം കാണിച്ചു, ദൈവം നമ്മളെ വിടുവിച്ചു. ദൈവത്തിന്റെ കൃപയിലും ദൈവത്തിന്റെ സന്നിധിയിലും ആക്കി വെച്ചിരിക്കുമ്പോൾ നാം ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. രണ്ട് മേഖലകളെ കുറിച്ച് നാം ഈ വായിച്ച വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പൗലോസ് എടുത്തു പറയുന്നു. ഒന്ന്, നമ്മുടെ ശരീരങ്ങളെ സമർപ്പിക്കുക. നാം വായിച്ചല്ലോ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അപ്പൊ ഒന്ന്, നമ്പർ 1, നമ്മുടെ ശരീരത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുക. നമ്പർ 2, രണ്ടാം വാക്യം, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. രണ്ടാമത് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഈ രണ്ട് മേഖലയും ദൈവത്തിന് സ്തോത്രം നമ്മുടെ മേൽ വാഹനമേറുന്നതിന് സ്തോത്രം പ്രാപ്തമായ നിലകളിൽ നാം ആക്കി തീർക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ശരീരം, രണ്ട് നമ്മുടെ മനസ്സ്. ഹല്ലേലൂയ. ഇത് രണ്ടുപേരെ നമുക്കുള്ളൂ. വേറെ എന്താ നമുക്കുള്ളത്? വേറെ ഒന്നും നമുക്കില്ല. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഇത് രണ്ടിന്മേലും ഒരു വിടുതല് ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ തക്കവണ്ണം ഇടയായി തീരണം. ഹല്ലേലൂയ. ദൈവമക്കളെ, അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ രണ്ട് മേഖലകളിൽ ഒരു വലിയ വിടുതൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ മേൽ ശക്തിയോടെ വ്യാപരിക്കാൻ നമുക്ക് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കാം. ഒന്ന്, ശരീരം, നമ്മുടെ ശരീരങ്ങൾ. ഹല്ലേലൂയ. നമുക്കറിയാം, സ്വന്തം നാം വസിക്കുന്ന നമ്മുടെ ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന, ദൈവകൃപ വെളിപ്പെടുന്ന നമ്മുടെ ശരീരം, അത് ദൈവത്തിന് സമർപ്പിക്കണം. അപ്പൊ നിങ്ങൾ പറയും, എന്റെ കർത്താവിന്റെ ദാസനെ ഞാൻ ഒത്തിരി വർഷം മുമ്പ് സമർപ്പിച്ചതാ, എല്ലാ ദിവസവും സമർപ്പിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ഈ സമർപ്പണം എന്ന് പറയുന്നത് വാക്കുകൊണ്ട് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുക. നമ്മൾ വാക്കുകൊണ്ട്, വാഗൊണ്ട് പറയുന്ന ഒരു പദമാണ് ഈ സമർപ്പണം. അത് നമ്മൾ ആ വാക്കുകൊണ്ട് പറയുന്ന അവിടെ തന്നെ നിർത്തുന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട ഒന്നാണ് ഈ സമർപ്പണം എന്ന് പറയുന്നത്. സ്തോത്രം. നാം പ്രാർത്ഥിക്കുമ്പോൾ, മുട്ടുമടക്കുമ്പോഴെല്ലാം കർത്താവേ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന അത് ഒരു വെറും വാക്കാണ്. എന്നാൽ സമർപ്പണം എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്കുള്ള ഒരു വസ്തുതയാണ്. ഹല്ലേലൂയ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സമർപ്പണം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള സ്വന്തം കൺട്രോള് ദൈവത്തിന് കിട്ടുക എന്നുള്ളത്. എന്റെ കൺട്രോള് ദൈവത്തിന് കിട്ടുക, എന്റെ ശരീരത്തിന്റെ കൺട്രോള് ദൈവത്തിന് കിട്ടുക എന്നുള്ളതാണ് ഹല്ലേലൂയ ദൈവം അതിനകത്ത് ആഗ്രഹിക്കുന്നത്. സ്വന്തം. ഞാൻ പലപ്പോഴും പറയാറുള്ള, ഞാൻ പൊതുവെല്ലാം ഉദാഹരണം പറയാറുണ്ട്. സ്വന്തം. നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. സ്വന്തം. ഈ നമ്മുടെ ഈ ഡെന്റിസ്റ്റിന്റെ ഒക്കെ അടുത്ത് ചെല്ലുമ്പോ അവര് അവരുടെ ഒരു ടേബിൾ ഉണ്ട്, അതിൽ കയറ്റി കിടത്തും. സ്വന്തം. അവിടെ കയറി കിടത്തിയിട്ട് അവര് പറയാം വാ തുറക്കാൻ പറയും. അപ്പൊ നമ്മൾ പറയാം മനസ്സിൽ ഇച്ചിരി കഴിഞ്ഞ് തുറക്കാന്ന് പറയും. ഇല്ല, നമ്മൾ വാ തുറക്കും. അവര് പിന്നെ നമ്മുടെ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ നമ്മുടെ അവരാണ് അത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെല്ലുന്ന ഒരു രോഗിയെ ഡോക്ടർ എന്ത് ചെയ്യാണ്? സ്വന്തം മയക്കി കിടത്തിയിട്ട് അവരതിനെ കൈകാര്യം ചെയ്യുക. ഇതുപോലെ ദൈവത്തിന്റെ കയ്യിൽ നാം ആയിത്തീരണം. അതിനാണ് ഈ സമർപ്പണം എന്ന് ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ പലപ്പോഴും നമ്മൾ വാ കൊണ്ട് പറയും,
എന്നാൽ നമ്മളെ നിയന്ത്രണം ദൈവത്തിന് ലഭിക്കാതെ നാം പലപ്പോഴും നമ്മുടെ വഴികളിൽ നടക്കുന്നു. അതൊരിക്കലും സമർപ്പണമാകത്തില്ല. ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ ഈ രണ്ട് മേഖല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലേ പറ്റുള്ളൂ. ഒന്ന്, നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കണം. രണ്ട്, നമ്മുടെ മനസ്സിന് ഒരു പുതുക്കം ആവശ്യമാണ്. ഈ രണ്ട് മേഖല ഉണ്ടെങ്കിൽ ദൈവമക്കളെ, ഈ അന്ത്യകാലത്ത് ദൈവത്തിന് എന്നെയും നിങ്ങളെയും ഉപയോഗിക്കുവാനായിട്ട് കഴിയും. എന്നെയും നിങ്ങളെയും ഒരു അത്ഭുത വിഷയമാക്കി തീർക്കാൻ കഴിയും. നിങ്ങളുടെ ആത്മീക ജീവിതത്തിന് വലിയൊരു പുരോഗതി ഉണ്ടാകാനിടയായി തീരും. നിങ്ങൾക്ക് ഒത്തിരി കൃപകൾ പ്രാപിപ്പാനിടയാകും. നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവകൃപ അത് പൂർണ്ണമായ നിലകളിൽ പ്രയോജനപ്പെടുത്തുവാനിടയായി തീരും. നിങ്ങളെ എന്തിനാണ് ദൈവം കണ്ടിരിക്കുന്നോ ആ നിലകളിൽ ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കാൻ തക്കവണ്ണം ഇടയായി തീരും. ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി നമുക്ക് ദൈവസന്നിധാനത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇവിടെ എങ്ങനെ സമർപ്പിക്കണമെന്നാണ് ആമേൻ പൗലോസ് പറയുന്നത്. ഇവിടെ പറയുന്നത്, നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമാക്കി സമർപ്പിപ്പീൻ. ഹല്ലേലൂയ. മൂന്ന് കാര്യമാണ് ഇവിടെ ആമേൻ പൗലോസ് നമ്മോട് ആവശ്യപ്പെട്ടു. ഒന്ന്, ജീവനുള്ളത്. രണ്ട്, വിശുദ്ധിയുള്ളത്. മൂന്ന്, ദൈവത്തിന് പ്രസാദമുള്ള യാഗമാക്കണം. ഹല്ലേലൂയ. സ്വതം. എന്താണ് ഈ വാക്യത്തിനർത്ഥം? ജീവനുള്ളത് എന്ന് പറയുമ്പോൾ എന്താ? ഇതൊക്കെ ഒത്തിരി പറയേണ്ട, ഒത്തിരി വിശദീകരിക്കേണ്ട വാക്യങ്ങളാണ്. ഹല്ലേലൂയ. ആമേൻ. ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകേണ്ട കാര്യമല്ല. ഹല്ലേലൂയ. ജീവനുള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഞങ്ങൾക്കെല്ലാം ജീവനുണ്ട്. ഈ ജീവനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്, മറിച്ച് ഒരു ആത്മീക ജീവൻ, ദൈവത്തിന്റെ ജീവൻ നമ്മിലൂടെ ഒഴുകണം. യേശു പറഞ്ഞു, ഞാൻ വന്നത് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാനുമായിട്ട് അത്രേ. ഹല്ലേലൂയ. അപ്പം ഈ യേശു നൽകുന്ന ജീവൻ നമ്മളിൽ വെളിപ്പെടുമ്പോൾ ആമേൻ, സ്തോത്രം, ആമേൻ, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ആത്മീക ഉണർവ് വ്യാപരിക്കാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. നമ്മൾ ചില ആളുകളുടെ അടുക്കൽ ചെല്ലുമ്പോ ചില ആളുകളുടെ അടുക്കൽ ചെല്ലുമ്പോ ആമേൻ, അവർക്ക് അവരുടെ അടുക്കൽ നിൽക്കുമ്പോ തന്നെ നമുക്ക് ഒത്തിരി ഒരു ആശ്വാസവും ആമേൻ ഒരു സന്തോഷവും ഒരു ഉത്സാഹവും ഒരു ആത്മീയ ചൈതന്യമൊക്കെ അനുഭവിച്ചറിയാൻ കഴിയും. അതിന് കാരണം അവരുടെ അകത്ത് ഒരു ജീവനുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ചില ആളുകളുടെ അടുക്കൽ ചെല്ലുമ്പോൾ നമ്മുടെ ഉള്ള കൃപയും കൂടെ ചോർന്നു പോകുന്നത് പോലെ നമുക്ക് തോന്നും. കാരണം ആമേൻ, അവരുടെ ഉള്ളിൽ ജീവനില്ല, മറിച്ച് നിരാശയും ഭാരവും ആകുലതയും ടെൻഷനും ആമേൻ, സ്തോത്രം, മറുതലിപ്പും ആമേൻ, ആമേൻ ഒക്കെ അവരുടെ അകത്തിരിക്കുക. അതുകൊണ്ട് നമുക്കൊരു ചൈതന്യം തോന്നത്തില്ല. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ആമേൻ, നാമെ കണ്ടുമുട്ടുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആമേൻ, സ്തോത്രം, ഒരു ചൈതന്യമായി മാറട്ടെ. അതിന് നമ്മുടെ മേൽ ദൈവത്തിന്റെ ജീവൻ വർദ്ധിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ജീവൻ വർദ്ധിക്കുന്നത്? നമ്മെ വെറുതെ ജീവൻ നമുക്ക് കിട്ടത്തില്ല. ദൈവത്തിന്റെ ജീവൻ, കാൽവറിയിൽ നമുക്ക് വേണ്ടി ഒഴുക്കിയ ജീവൻ ആമേൻ, ഇന്നും ആമേൻ, സ്തോത്രം, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ നമുക്ക് ദൈവത്തിന്റെ ജീവൻ നമ്മുടെ അകത്ത് വർദ്ധിപ്പിക്കുവാനായിട്ട് കഴിയും? അത് യേശുവുമായിട്ടുള്ള കൂട്ടായ്മയിൽ മാത്രമേ ആ ജീവൻ വർദ്ധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളെ ഈ വിശ്വാസത്തിൽ വന്നിട്ട് നാം ആമേൻ ദൈവത്തെ സേവിക്കാനും സ്നേഹിക്കാനും ഇറങ്ങിയിട്ട് എങ്ങനെയും ഒക്കെ അങ്ങ് ജീവിക്കുകയല്ല. ആമേൻ, സ്വതന്ത്രം. ആ മീറ്റിങ്ങുകൾക്ക് പങ്കെടുക്കുക, ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക, ആമേൻ, ആരാധിക്കുക, ആമേൻ, ഭൗതിക കൂട്ടായ്മ കാണിക്കുക, ഇതിനൊക്കെ അപ്പുറത്തേക്ക് പല ആളുകളും ചിന്തിക്കുന്നില്ല. എന്നാൽ ഈ ദിവസങ്ങളിൽ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനപ്പുറത്ത് ആമേൻ, നാം ദൈവവുമായിട്ട് ആഴമേറിയ ഒരു കൂട്ടായ്മയിൽ ആമേൻ ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവത്തിന്റെ സന്നിധിയിൽ ഒത്തിരി പ്രയോജനപ്പെടുവാനായിട്ട് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ കൂട്ടായ്മ അനുഭവിക്കുന്ന ഒരു മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ ജീവൻ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. പ്രധാനമായിട്ടും നാം പ്രതിസന്ധി അനുഭവിക്കുമ്പോ, നാം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോ, നാം രോഗികളാകുമ്പോ, നാം കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോ, നാം ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പോ, സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോ, വെല്ലുവിളികളെ നാം അഭിമുഖീകരിക്കും. നാം ഈ വിഷയമായിട്ട് ഓടി യേശുവിന്റെ അടുക്കൽ ചെന്നാൽ ആമേൻ, നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ദൈവത്തിന്റെ ജീവൻ. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരുടെ അകത്ത് ഒരു വലിയ ചലനം ഉണ്ടായിരിക്കും. എന്നാൽ മിക്ക ആളുകളും ചെയ്യുന്നത് ഈ സമയത്ത് മറുതലിച്ച് ആമേൻ, ക്ഷീണിതരായി തളർന്ന് ആമേൻ, സ്തോത്രം, അകന്നകന്നു പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അങ്ങനെയുള്ളവരുടെ അകത്ത് ആ ജീവൻ കുറഞ്ഞു വരാനിടയാകും. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന്
ഇന്ന് രാത്രി ചൈതന്യമുള്ളവരായി ജീവനുള്ളവരായി നിലനിൽക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാകട്ടെ. പഴയ ജീവിതത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ സ്തോത്രം 12 പേരെ ഒറ്റുനോക്കാനായിട്ട് സ്തോത്രം ഹാലേലൂയ മോശെ അയച്ചു. സ്തോത്രം കാദേശ് ബർന്നയിൽ വെച്ച് അവർ അവകാശമാക്കേണ്ട ദേശത്തെ ഉറ്റുനോക്കാൻ വേണ്ടി 12 പേരെ അയച്ചു. ആ 12 പേരിൽ 12 പേരും തിരിച്ചു വന്നു. 10 പേരും നെഗറ്റീവ് പറഞ്ഞു. എന്നാൽ യോശുവയും കാലേബും പറഞ്ഞു സ്തോത്രം നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം നമുക്ക് ആ ദേശത്തെ പിടിക്കാൻ പറ്റും. അവിടെ അനാഖ്യമലന്മാരുണ്ട്, കാര്യമൊക്കെ ശരിയാ. എന്നാൽ നമ്മളെ ഇതുവരെ കൊണ്ടുവന്നൊരു ദൈവം, നമ്മളെ സഹായിച്ചൊരു ദൈവം, ആ ദേശത്തെ പിടിക്കാൻ തക്കവണ്ണം ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് അവര് പറയാനായിട്ടിടയായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളോട് വായിക്കുന്നത് യോശുവയും കാലേബും ദൈവത്തോട് പറ്റി നിന്നു. അവർക്ക് വേറെ ഒരു ഹൃദയം ഉണ്ടായിരുന്നു. എന്നാൽ ബാക്കി 10 പേര് ജനത്തെ കലക്കിക്കളഞ്ഞു. ഹല്ലേലൂയ. അവരുടെ ഉള്ളിൽ ആ പ്രതിസന്ധി കണ്ടപ്പോ അതിനപ്പുറത്ത് ദൈവം അവർക്ക് വേണ്ടി ചെയ്ത കാര്യത്തെ ഗ്രഹിക്കാനോ ഈ തങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ആ സമൂഹത്തെ സ്തോത്രം ആ ഒരു വലിയ യുദ്ധത്തിന് വേണ്ടി പ്രാപ്തരാക്കാനോ കഴിയാതെ തങ്ങളുടെ അകത്തുള്ള നിരാശയും ഭാരവും ഇവരിലേക്ക് ഇൻജക്ട് ചെയ്യാൻ തക്കൊണ്ട് ഇടയായിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ സഭകളിൽ നാം ഉൾപ്പെട്ടു നിൽക്കുന്ന ദേശത്ത് സ്തോത്രം ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ, ദൈവരാജ്യത്തിന് വ്യാപ്തി ഉണ്ടാകണമെങ്കിൽ നമ്മുടെ അകത്തളങ്ങളിൽ ജീവൻ വ്യാപരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഹല്ലേലൂയ. യേശു അത് നൽകാൻ തക്കവണ്ണം റെഡിയായി നിൽക്കുക. അവൻ ജീവനും സമൃദ്ധിയായ ജീവനും നൽകുന്നു. യേശുവിന്റെ അടുക്കൽ കടന്നു ചെല്ലുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ അകത്തളങ്ങളിൽ അത് വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. അവന്റെ ലൈഫിലെ ഓരോ ദൈവമക്കളോടും ഓരോ ദൈവദാസന്മാരോടും താഴ്മയായിട്ട് ഞാൻ പറയട്ടെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ മേലൊരു ജീവന്റെ ഒഴുക്ക് ആഴത്തിൽ വെളിപ്പെടട്ടെ. നാം നിൽക്കുന്ന മേഖലകളിൽ, നാം കടന്നു ചെല്ലുന്ന കാര്യമുള്ള ഭവനങ്ങളിൽ, നാം കടന്നു പോകുന്ന ങ്ങളിലെല്ലാം ഒരു ചലനമുണ്ടാക്കാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ നമ്മുടെ മേലെ കൃപ വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി എത്ര പേർ റിസീവ് ചെയ്യും? പലപ്പോഴും ശൂന്യതയുള്ളവരാക്കി, സ്വന്തം നിർജീവരാക്കി, തളർന്നവരാക്കി, ഒന്നുമില്ലാത്തവരാക്കി നിർത്തുന്ന ദുഷ്ടന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ആത്മാവിൽ പലതിനെ ജയിക്കാൻ തക്കവണ്ണം നമ്മെ തന്നെ ഒരുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ വിശ്വസിക്കുന്നു, അകത്ത് ജീവനുള്ള ഒരാളെ പിശാചിന് ഭയങ്കര പേടിയാ. അതുകൊണ്ട് മിക്കവാറും ഈ ആളുകളെ ദൈവത്തിന്റെ ജീവനോട് അടുക്കാതിരിക്കാൻ തക്കവണ്ണം അവർ തന്ത്രങ്ങളാൽ ഭയങ്കരമായിട്ട് പോരാടുവാൻ തക്കവണ്ണം ഇടയായി തീരും. സ്തോത്രം. ഹാലേലൂയ. സ്തോത്രം. ഹാലേലൂയ. പിശാചിന് ഒട്ടും ഇഷ്ടമല്ല നമ്മുടെ മേൽ ആ ദൈവത്തിന്റെ ജീവൻ വർദ്ധിക്കുന്നത്. എന്നാൽ ബാക്കി എന്താണേലും അവന് വലിയ പ്രശ്നമില്ല. ഈ ദിവസങ്ങളിൽ നമ്മുടെ മേൽ ജീവൻ വർദ്ധിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നാം നിൽക്കുന്ന ഇടത്തൊരു വിടുതലുണ്ട്, നമ്മുടെ ഭവനത്തിനകത്തൊരു വിടുതലുണ്ട്. ഇന്ന് പകൽക്കാലം ശൂന്യത അനുഭവിക്കുന്നെങ്കിലും, രോഗത്തിന് നടുവിലാണേലും, കഷ്ടതയുടെ നടുവിലാണേലും, വെല്ലുവിളികളുടെ നടുവിലാണെങ്കിലും നാം ജീവൻ അനുഭവിക്കുന്നെങ്കിൽ സാഹചര്യങ്ങൾ മാറാൻ പോകുക, സന്ദർഭങ്ങൾ മാറാൻ പോകുക. ദൈവത്തിൽ ഒറ്റ സെക്കൻഡ് മതി നിങ്ങളുടെയും എന്റെയും സ്ഥിതി മാറ്റാൻ വേണ്ടി. നിങ്ങളുടെയും എന്റെ സ്ഥിതി മാറ്റാൻ ദൈവത്തിൽ ഒറ്റ സെക്കൻഡ് മതി. എന്നാൽ നമ്മെ ജീവനുള്ളവരാക്കി മാറ്റാൻ ദൈവത്തിന് ചിലപ്പോ സമയമെടുത്തേക്കാം. സ്വന്തം അങ്ങനെ സമയമെടുത്ത് നമ്മളെ ജീവനുള്ളവരാക്കി മാറ്റുമ്പോൾ നീ പേടിച്ചു പോകണ്ട, തളർന്നു പോകണ്ട. സ്വത്രം. ആണ്ടുകൾ കഴിയും മുമ്പേ പ്രവർത്തികൾ വെളിപ്പെടാൻ പോകുകയാ. ഹല്ലേലൂയ. സ്വത്രം. നാം പ്രവചനങ്ങളിൽ വായിക്കുന്നത് പോലെ പച്ചപ്പുഴുവും വിട്ടിലും തുള്ളനും തിന്ന് ശേഷിപ്പിച്ച കാലങ്ങൾ കൊത്തവണ്ണം ഒരു നല്ല കാലം നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോകുക. ഒരു നല്ല കാലം യേശുവിൻ നാമത്തിൽ ആരോടൊക്കെയോ പറയുന്നു, ഒരു നല്ല ഒരു നന്മയുടെ കാലം. ഒത്തിരി വാതിന് നിമുട്ടി, എന്നാൽ അവിടെ ഒന്നും നിനക്കൊരു ആശ്വാസം കിട്ടിയില്ല. എന്നാൽ കുഞ്ഞെ, നിനക്ക് വേണ്ടി പുതിയൊരു വഴി, പുതിയൊരു വാതിൽ
ദൈവം തുറക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു കൊള്ളുക, തളർന്നു പോകല്ലേ, ആത്മാവിൽ യുദ്ധം ചെയ്ത് നിൽക്കുക. ദൈവത്തിന്റെ കരം എന്താന്ന് നീ വ്യക്തമായി കാണാൻ കഴിയും. പലപ്പോഴും ഇനി അത് ലഭിക്കുകയില്ല, ഇനി അതെന്റെ കയ്യിൽ വരികയില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ ഒരു കാര്യം ഓർക്കുക, നിനക്കൊരു നാഥനുണ്ട്, നിനക്കൊരു അപ്പനുണ്ട്, നിനക്ക് നല്ലൊരു ഇടയനുണ്ട്. ആ ഇടയൻ നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരാൻ പോകുകയാ. യേശുവിൻ നാമത്തിൽ എത്ര പേര് ഇന്ന് രാത്രി ആമേൻ പറയും? എത്ര പേര് ആമേൻ പറയും? റൂഡാടാമാന അൽബന വൈഡമന ഹടകദിനി മനഘടക ശബ്ദന അന്ധരേ വൈഡമന ഉള്ളാമ ഹസ്യ ധലോറമൽഖുന. ആമേൻ, ഹല്ലേലൂയ. ഈ പ്രിയപ്പെട്ടവർ ഇരിക്കുന്ന സ്ഥലത്ത്, ഇരിക്കുന്ന റൂമിൽ, ആമേൻ, അവരെവിടെയാണെങ്കിലും ഇപ്പോൾ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കട്ടെ, ദൈവത്തിന്റെ കൃപ അനുഭവിക്കട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കട്ടെ. ഉടാനവന ഹബ്ദന രോഗങ്ങളെയും ആമേൻ വെല്ലുവിളികളെയും ആമേൻ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ ആവശ്യമായ ഒരു ആത്മകരുത്ത് ഇന്ന് രാത്രി ജനത്തിന് മേൽ വ്യാപരിക്കുവാൻ യേശുവിൻ നാമത്തിൽ കൽപ്പിച്ചു പ്രാർത്ഥിക്കും. ഹൽബനാജനം. ആമേൻ. ചിലരോട് ഇടപെടുന്നു, ചിലരുടെ വാക്കുകൾ നമ്മളെ ഒത്തിരി താഴ്ത്തിക്കളയുന്നു. ഒറ്റ വാക്ക് മതി, പിന്നെ ഒരാഴ്ച നമ്മൾ എഴുന്നേക്കത്തില്ല. റാമന സന്തരാജകൽക്കന. ആമേൻ കുത്തി പറയുന്ന ഒരു വാക്ക്, നെഗറ്റീവ് വാക്കുകൾ നിന്നെ വല്ലാതെ തളർത്തുന്നു. ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശുവിൻ നാമത്തിൽ ആമേൻ നിന്റെ മേലൊരു വിടുതൽ വ്യാപരിക്കുകയാ. ആരെന്തു പറഞ്ഞാലും, എത്ര പരിഹസിച്ചാലും, എത്ര കുത്തി പറഞ്ഞാലും, എത്ര വെല്ലുവിളിച്ചാലും, എത്ര മൈൻഡ് ചെയ്യാതിരുന്നാലും, നിന്നെ അനുസരിക്കാതിരുന്നാലും, അത് നിന്നെ ബാധിക്കാത്ത നിലകളിൽ ഒരാത്മീയ ചൈതന്യം ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേലിടുകയാ. ഒരു വലിയ ദൈവത്തിന്റെ ചൈതന്യം ഇന്ന് രാത്രി ആമേൻ നമ്മുടെ മേൽ വെളിപ്പെട്ടു വരുമാറാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിച്ചു. ഒരു ജീവന്റെ അനുഭവം. പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. ആരും കാണത്തില്ല, ആരും സഖിയായി കാണത്തില്ല. കൂടെ നിൽക്കുന്നവര് പോലും എതിരാകുന്ന ചില സമയങ്ങൾ വന്നേക്കാം. എല്ലാവരും തള്ളിക്കളയും. എന്നാൽ ഒരു കാര്യം ഓർത്തു കൊള്ളുക, ദൈവത്തിന്റെ കൂടെയുള്ള കാലത്തോളം, അകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന കാലത്തോളം നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. യോശുവോട് പറഞ്ഞതുപോലെ നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരുത്തനും നിന്റെ നേരെ നിൽക്കത്തില്ല. ആമേൻ. അതാണ് ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ഒഴുകിയിറങ്ങിയാലുള്ള പ്രത്യേകത. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ദീവാന ഹസ്തന ജഗൽഖന ഹർഷസ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് ജീവൻ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. പലപ്പോഴും ഈ ദൈവം നടത്തുന്ന വഴികളെ ആമേൻ പലപ്പോഴും അത്ഭുതകരമായി തോന്നാറുണ്ട്. ഹല്ലേലൂയ. മോശയെ നമുക്കറിയാം, മോശ കൊട്ടാരത്തിലായിരുന്നു, മോശയ്ക്ക് വിളിയുള്ള ആളായിരുന്നു, മോശയ്ക്ക് തന്നെ അറിയായിരുന്നു ആമേൻ അവനാണ് ഈ ജനത്തെ വിടുവിക്കേണ്ടത് എന്നുള്ളത് മോശയ്ക്ക് അറിയാം. കാരണം ഈ ശിശുവിന്റെ ജനനത്തിൽ തന്നെ അമ്മയപ്പന്മാർ ശിശുവിനെ സുന്ദരൻ എന്ന് കണ്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. സുന്ദരൻ എന്നാൽ ഈ അമ്മയപ്പന്മാർ ഈ ശിശുവിന്റെ മേലുള്ള ദൈവിക പദ്ധതിയാണ് അവർ മനസ്സിലാക്കിയത്. ദൈവത്തിന്റെ പദ്ധതി, അല്ലാതെ ഇച്ചിരി സൗന്ദര്യം കൂടിയത് കൊണ്ട് സ്തോത്രം. നമുക്കറിയാം ഇസ്രായേലിയരെല്ലാം സൗന്ദര്യമുള്ളവരാ, അവര് ആരോഗ്യവും സൗന്ദര്യമൊക്കെ ഉള്ളവരാ. സ്തോത്രം. അപ്പൊ ഇനിയും എക്സ്ട്രാ എന്താ ഒരു സൗന്ദര്യം? ഇവര് സൗന്ദര്യത്തെ അല്ല കണ്ടത്, മറിച്ച് അവരുടെ ആ ശിശുവിന്റെ മേലുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് ആ അപ്പനും അമ്മയും തിരിച്ചറിഞ്ഞത്. ഹല്ലേലൂയ. എന്നിട്ട് ഒഴുക്കി വിട്ടു. സ്വതന്ത്രം ഒഴുക്കി വിട്ട് കൊട്ടാരത്തിൽ ഈ കുഞ്ഞ് അല്ല രാജ്ഞിയുടെ കയ്യിൽ ഈ കുഞ്ഞ് എത്തിയപ്പോൾ ഒന്നുകൂടി അവർക്ക് മനസ്സിലായി ഇത് ദൈവത്തിന്റെ വഴിയാണെന്ന് മനസ്സിലായി. ഉടനെ നമുക്കറിയാം മിരിയാമിന്റെ ഇടപെടലുകൾ കൊണ്ട് മോശയുടെ അമ്മ തന്നെ അതിന്റെ വളർത്തമ്മയാകുക. ഞാൻ വിശ്വസിക്കുന്നു ഈ മോശ എന്നും വളർന്നു വരുമ്പോ ചെവിയിൽ പറയുന്ന ഒരു കാര്യം, സ്വതന്ത്രം, നീ രാജ്യത്തെ അടുത്ത ഭരണാധികാരിയാണെന്നുള്ളതല്ല, മറിച്ച് ദൈവം നിശ്ചയിച്ച ഒരു സമയമുണ്ട്, ആ സമയത്ത് നീ ജനത്തെ വിടുവിക്കണം. ഹല്ലേലൂയ. അതായിരിക്കാം ഈ അമ്മ ഈ മകന്റെ ചെവിയിൽ പറഞ്ഞ ദൂത്. സ്വതന്ത്രം.
ഹാലേലൂയ. എത്ര പേര് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കും? ഹാലേലൂയ. ആമേ, നീ എങ്ങനെയും ഈ രാജ്യം പിടിക്കണം, നിന്നെ ഇവിടുത്തെ അടുത്ത രാജാവായിട്ട് എനിക്ക് കാണണമെന്നായിരിക്കത്തില്ല ആ അമ്മ പറഞ്ഞത്. മറിച്ച് അവന്റെ ചെവിയിൽ പറഞ്ഞു കാണും, ഈ ജനം വിടുവിക്കപ്പെടണം, നമ്മുടെ അടിമത്തം മാറണം, ദൈവത്തിന്റെ ജനത്തിനൊരു പുറപ്പാട് ഈ ദേശത്തുനിന്ന് ലഭിക്കണം, ദൈവം അതിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്, അന്ന് നിന്നെ ഉപയോഗിക്കും. ഹാലേലൂയ എന്നായിരിക്കാം പറഞ്ഞത്. സ്തോത്രം. അതുകൊണ്ടാണ് ഈ മിസ്രൈമിൻ ഇസ്രായേലിനെ അടിക്കുന്നത് കണ്ടപ്പോ മോശ കയറി ഇടപെട്ടത്. കാരണം അവനൊരു അവസരത്തിനായിട്ട് നോക്കിയിരിക്കുക, അവനൊരു സാഹചര്യത്തിനായിട്ട് നോക്കിയിരിക്കുകയാണ്. അല്ലേ? എന്നാൽ നാം അറിയുന്നത് പോലെ പെട്ടെന്ന് സാഹചര്യങ്ങൾ മാറി. അവൻ മോശയ്ക്ക് അവിടെ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. അവൻ ഇത്രോവിന്റെ വീട്ടിൽ പോയി 40 വർഷം ആ ഇത്രോവിന്റെ വീട്ടിൽ ആടുകളുടെ പുറകെ നടന്നു. സോ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ദൈവത്തിന് ഈ ഇത്രോവിന്റെ വീട്ടിൽ വിടാതെ മോശയെ ഉപയോഗിച്ചുകൂടായിരുന്നു. ഇത്രോവിന്റെ വീട്ടിൽ അയക്കാതെ ഈ കൊട്ടാരത്തിൽ തന്നെ നിൽക്കുമ്പോ ഈ മോശയെ ദൈവത്തിന് ഈ ജനത്തെ വിടുവിക്കാൻ തക്കവണ്ണം ഉപയോഗിച്ചുകൂടായിരുന്നോ? ഹാലേലൂയ. ഉപയോഗിക്കുമായിരുന്നു. ദൈവത്തിന് അതിന് സാധിക്കുമായിരുന്നു. പക്ഷേ മോശയുടെ അകത്ത് ജീവൻ ഉണ്ടാകത്തില്ലായിരുന്നു. സ്വത്രം. ഹാലേലൂയ. മോശ വിടുവിക്കാൻ തക്കവണ്ണം അങ്ങ് ഇറങ്ങും. സ്വത്രം. പലപ്പോഴും പലതും മാനുഷിക ബുദ്ധിയും മാനുഷിക വഴികളും മാനുഷിക ആലോചനകളും അവന്റെ മേൽ എഴുന്നേറ്റ് വരും. ഹാലേലൂയ. എന്നാൽ ഇത്രോവിന്റെ വീട്ടിൽ പോയി 40 ഹാലേലൂയ വർഷം ഈ ആടുകളുടെ പുറകെ നടന്ന്, ഞാൻ വിശ്വസിക്കുന്ന ആടുകളുടെ പുറകെ നടന്ന് വളരെ പ്രതിസന്ധിയിലൂടെ ഒക്കെ പോകുമ്പോ മോശയ്ക്ക് കിട്ടിയ ഒരു കാര്യം, ഭയങ്കരമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങി, ദൈവത്തെ ശരണമാക്കാൻ തുടങ്ങി, അവന് ദൈവത്തിന്റെ വഴികളെ പഠിക്കാൻ തുടങ്ങി, അവൻ ദൈവത്തോട് സ്നേഹമുള്ളവനായി തീർന്നു, ദൈവത്തോട് ഒത്തിരി അടുത്തു വന്നു. ഹാലേലൂയ. അപ്പൊ ആദ്യത്തെ 40 വർഷം മോശയ്ക്ക് വിളിയുണ്ടെങ്കിലും മോശയുടെ കൂടെ ദൈവം ഉണ്ടെങ്കിലും അവൻ ജീവിതത്തിൽ പണിയപ്പെടാത്തത് കൊണ്ട് അവന്റെ മേലെ ജീവൻ ഒഴുകിയില്ല. എന്നാൽ രണ്ടാമത്തെ ഒരു 40 വർഷം സ്വത്രം ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഇവൻ നിൽക്കുമ്പോൾ ദൈവത്തിന് അടുക്കൽ ചെന്ന് ഇവൻ ജീവനും ചൈതന്യമുള്ളവനായി തീരാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞാൻ ഇന്ന് രാത്രി പറഞ്ഞ എത്ര പേരുന്ന് മനസ്സിലാക്കുന്നുണ്ട്? അതുകൊണ്ട് നാം പ്രതിസന്ധിക്കകത്തൂടെ വെല്ലുവിളിക്കകത്തൂടെ ഒക്കെ കയറി ഇറങ്ങുമ്പോ നമ്മുടെ മേൽ പകരുന്ന ഒരു ജീവനുണ്ട്, നമ്മുടെ മേൽ പകരുന്ന ഒരു ദൈവസഭയുണ്ട്, നമ്മുടെ മേൽ പകരുന്ന ഒരു ചൈതന്യമുണ്ട്. ആ ചൈതന്യം നിന്റെ മേൽ വരുമ്പോൾ ഓർത്തോണം, ഏതൊക്കെയോ മേഖലയിൽ അനേകർക്ക് ഞാനൊരു വിടുതലായി തീരേണ്ടവനാണ്, ഞാനൊരു വെളിച്ചമാകേണ്ടവനാണ്, ഞാൻ അനേകർക്ക് സ്വത്രം ഒരു അത്ഭുതമായി, അനേകർക്ക് ഒരു ആശ്വാസമായി തീരേണ്ട വ്യക്തിയാണ് എന്ന് തിരിച്ചറിയുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസം അങ്ങനെ നാം എഴുന്നേൽക്കാമെങ്കിൽ നാം നിൽക്കുന്നിടത്ത് വിടുതലുണ്ട്, നാം കടന്നു ചെല്ലുന്നിടത്ത് അത്ഭുതമുണ്ട്, നാം സ്വത്രം സഞ്ചരിക്കുന്നിടത്ത് ദൈവപ്രവൃത്തികൾ നടക്കാൻ തക്കവണ്ണം ഇടയായി തീരും. അതിനുവേണ്ടി ദൈവജനമേ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ മോശയുടെ രണ്ടാമത്തെ ആ ജീവിത കാലഘട്ടം 40 വർഷം അവനെ മറ്റൊരാളാക്കി തീർത്തു. സ്വന്തം ജീവനുള്ള ഒരാളാക്കി, ദൈവത്തിന് ജീവനുള്ള ഒരാളാക്കി തീർത്തു. ഹാലേലൂയ. പിന്നീട് അവസാനത്തെ 40 വർഷം ഈ മിസ്രയീമിൽ കൊണ്ടുവന്ന് ഫറവോന്റെ മുമ്പിൽ നിർത്തി അവിടെ തൊട്ട് മുന്നോട്ടുള്ള അടുത്ത 40 വർഷം നമുക്കറിയാം ദൈവത്തിന്റെ വഴികളിലൂടെ നടന്നൊരു മോശ, ദൈവത്തിന്റെ ജനത്തെ കൃത്യമായിട്ട് ദൈവത്തിന്റെ ശബ്ദം കേട്ട് നടത്തിയൊരു മോശ, ചെങ്കടലെ കടത്തി അവരെ മരുഭൂമിയിലൂടെ പ്രമാണമൊക്കെ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോയ ഒരു മോശ. ഹല്ലേലൂയ. ആമേൻ. ഇതെങ്ങനെ സാധിച്ചു? ദൈവമക്കളെ, അവന്റെ മേൽ ജീവൻ വ്യാപരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ ദിവസങ്ങളിൽ സ്വന്തം ദൈവമകളെ, എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ അകന്നു പോകല്ലേ. അവൻ ഓടി യേശുവിന്റെ അടുക്കൽ ചെല്ലണം, അവനോട് സംസാരിക്കണം, അവന്റെ കൂട്ടായ്മ അനുഭവിക്കണം, അപ്പനോടെല്ലാം തുറന്നു പറയണം, കർത്താവിനോടെല്ലാം പറയണം. സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ജീവൻ നമ്മുടെ മേൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. അപ്പൊ സ്തോത്രം. റോമാലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇവിടെ പറയുന്നു, ദൈവത്തിന് നമ്മുടെ ശരീരങ്ങളെ സമർപ്പിക്കണം, നമ്മെ തന്നെ സമർപ്പിക്കണം. എങ്ങനെ സമർപ്പിക്കണം? ജീവനുള്ളതാക്കി സമർപ്പിക്കണം. വെറുതെ കൊടുക്കുകയല്ല, എന്നാ പിടിച്ചോ കർത്താവേ എന്ന് പറഞ്ഞ് കൊടുക്കുകയല്ല. നമ്മെ റെഡിയാക്കണം, ജീവനുള്ളതാക്കി തീർക്കണം. അടുത്തത് വിശുദ്ധിയുള്ളതാക്കി തീർക്കണം. ഹല്ലേലൂയ. ഈ എങ്ങനെയും ഒക്കെ നടന്ന് എന്തേലും ഒക്കെ പറഞ്ഞ് എന്തേലും ഒക്കെ കാണിച്ച് ഹല്ലേലൂയ അങ്ങനെ ജീവിച്ചിട്ട് കർത്താവ് ഇന്നാ വിളിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അങ്ങനെയുള്ള ഒരു ആവശ്യമില്ല. നമുക്കറിയാം, നമ്മുടെ ഇതിലേക്കൊന്നും ഒത്തിരി വിശദമായിട്ട് പോകാൻ സമയമില്ല.
നമ്മുടെ ദൈവം വിശുദ്ധിയിൽ തികഞ്ഞവനാണ്. ഹല്ലേലൂയ. സ്വർഗം പോലും അവന്റെ മുമ്പിൽ സ്തോത്രം അത്ര നിർമ്മലമല്ലെന്ന് എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്. പവിത്രൻ, പവിത്രൻ, നിർദോഷൻ. സ്തോത്രം. ഒത്തിരി കാര്യങ്ങളൂടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിക്കാം, ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം, താങ്ക് യു ജീസസ്. 7-ാം അധ്യായം 25-ാം വാക്യം. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കർത്താവിന് ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം സ്തോത്രം നാം അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ആഴമായ ശുദ്ധീകരണമുള്ളവരായി നാം ജീവിക്കണം. അതിന് തയ്യാറല്ലെങ്കിൽ ദൈവങ്ങളെ നമുക്ക് ദൈവത്തെ കിട്ടത്തില്ല. മറ്റു പലതും ചിലപ്പോ കിട്ടിയെന്ന് വരും. ഈ ആര് കരഞ്ഞാലും ദൈവം മറുപടി തരും കേട്ടോ. അതൊരു വലിയ കാര്യമാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ, നിങ്ങളൊന്ന് ഹൃദയത്തിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. എഴുതുന്നവരുണ്ട്, അത് എഴുതി വെച്ചു. നമ്മുടെ ഭൗതിക ജീവിതത്തെ ആധാരമാക്കി നമ്മുടെ ആത്മീക ജീവിതത്തെ ഒരിക്കലും അളക്കരുത്. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ച പനി മാറി, ദൈവം എന്റെ പോക്കറ്റിലാണെന്ന് ചിന്തിക്കരുത്. അല്ലേ? പ്രൈസ് ഗോഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചപ്പോ മോന് ജോലി കിട്ടി, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒരു പുരോഗതി ഉണ്ടായി, അല്ലെങ്കിൽ തടയപ്പെട്ടിരുന്ന ഒരു വഴി തുറന്നു. അതുകൊണ്ട് ഞാൻ ആത്മീയമായി പെർഫെക്റ്റ് ആണെന്ന് ചിന്തിക്കരുത്. കാരണം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു വാക്യം കിടക്കുകയാണ്. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന്റെ ആധാരമെന്ന്. നിങ്ങൾ ആ വാക്യം വായിച്ചിട്ടുണ്ടോ? 10-ാം അധ്യായത്തില്. സ്തോത്രം. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന്റെ ആധാരം. അപ്പോ നമ്മുടെ ജീവിതത്തില് 12-ാം അധ്യായത്തില് 15-ാമത്തെ വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 15-ാമത്തെ വാക്യം, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവൻ ആധാരമായിരിക്കുന്നത്. ഈ വാക്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിക്കണം. ഞാൻ ഉൾപ്പെടെ, എന്നോടുകൊണ്ട് ഞാൻ പറയുന്നു. നമ്മൾ ഈ വാക്യം ഇടയ്ക്കൊന്ന് വായിക്കുന്നത് നല്ലതാണ്. അപ്പൊ നമുക്ക് എന്തോ കിട്ടിയാലും, നമുക്ക് എന്തോ ഉണ്ടെങ്കിലും, സ്തോത്രം, ഈ നമുക്ക് ലഭിച്ച ഭൗതിക കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ ആത്മീയ ജീവിതത്തെ അളക്കേണ്ടത്. അതിന്റെ അളവുകോൽ വേറൊന്നാണ്. ഇത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നാം കൊരിന്ത്യർ വായിക്കുന്ന പോലെ വിശ്വാസത്തിൽ ഇരിക്കുന്നോ എന്ന് നമ്മളെ തന്നെ പരിശോധിക്കണം. ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ നാം എങ്ങനെയുള്ള ആളാണ്? ദൈവത്തിന്റെ പ്രസാദം എന്റെ മേലുണ്ടോ? ദൈവത്തിന്റെ അംഗീകാരം എനിക്കുണ്ടോ? ദൈവം എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? ഈ എന്നെക്കുറിച്ച് ദൈവം എന്ത് പറയുന്നു എന്നുള്ളത് നാം ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ പരിശോധിച്ചാൽ ഹല്ലേലൂയ. അവസാനം ചെല്ലുമ്പോ ഒരു വാക്കുണ്ടല്ലോ ബൈബിളിൽ കാണുന്നത്, നമ്മൾ പേടിക്കേണ്ട ഒരു വാക്യമാണ്. ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല, നിങ്ങൾ എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി അവൻ വളരെ വീര്യം പ്രവർത്തിച്ചു, എന്നാൽ ഞാനോ നിങ്ങളെ അറിയുന്നില്ല എന്ന് കേൾപ്പാൻ ഇടവരത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ ഒന്ന് പരിശോധിച്ച് നമ്മുടെ നിലവാരം എങ്ങനെ ഇരിക്കുന്നു, ദൈവം നമ്മളെ കുറിച്ച് എന്ത് പറയുന്നു, ദൈവത്തിന് എന്നെ കുറിച്ച്, ഈ പറയുന്ന പ്രസംഗിക്കുന്ന എന്നെ കുറിച്ച് കർത്താവിന് എന്താ സാക്ഷ്യം പറയാനുള്ളത്, ഇതൊന്നും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സെൻസ് ചെയ്താൽ മതി. വളരെ ജീവിതത്തിന് വിടുതലായിരിക്കും. ഹല്ലേലൂയ. ദൈവങ്ങളെ, ഞാൻ അവിടെ നിന്നുകൊണ്ട് ഒരു കാര്യം പറയട്ടെ. ജീവിതത്തിൽ എല്ലാവർക്കും കുറവുകൾ ഉണ്ടാകും, പരാജയങ്ങൾ ഉണ്ടാകും. നാം ആരും പെർഫെക്റ്റ് അല്ല. സ്വന്തം ഒരു മനുഷ്യനും പെർഫെക്റ്റ് അല്ല. പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങളെ സ്വർഗത്തിലാണ് കാണുന്നത്, അല്ലെങ്കിൽ ഭൂമിയിലല്ല. അപ്പൊ നമ്മൾ ഇവിടെ ജീവിതത്തിൽ ഇരിക്കുന്നെങ്കിൽ ഇനി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ തികഞ്ഞു വരാനുണ്ട്. ഒത്തിരി കാര്യങ്ങളിൽ നമ്മൾ നിറവ് പ്രാപിക്കാനുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ക്രമീകരണം പ്രാപിക്കാനുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ സ്വതന്ത്രം യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്നത്, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ദിനം പ്രതി നാം കടന്നു ചെന്ന് നമ്മളെ ഒന്ന് ശോധന ചെയ്ത് യേശുവിന്റെ രക്തത്താലും വചനത്താലും കഴുകൽ പ്രാപിക്കേണ്ടത് വളരെ ആവശ്യം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു വിശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. അപ്പൊ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, ജീവനുള്ളവരായിരിക്കണം. രണ്ട്, ശുദ്ധീകരണമുള്ളവരായിരിക്കണം. മൂന്ന്, ദൈവത്തിന് പ്രസാദമുള്ള യാഗം. അല്ലെ, എന്താ ഈ ദൈവപ്രസാദം എന്ന് പറഞ്ഞ? അതിൽ ഒറ്റ ഉദാഹരണം, എന്റെ സമയം തീർന്നല്ലോ, സമയം തീരുന്നു. ദൈവത്തിന്റെ പ്രസാദം. ഹല്ലേലൂയ. എന്താ ഈ ദൈവത്തിന്റെ പ്രസാദം എന്നറിയാമോ? ദൈവത്തിന്റെ പ്രസാദം എങ്ങനെ നമ്മുടെ മേൽ വരും? എങ്ങനെ ഒരുവന്റെ മേൽ ദൈവത്തിന്റെ പ്രസാദം വരും? ദൈവത്തിന്റെ പ്രസാദം പറഞ്ഞ ഒറ്റ കാര്യം നമ്മൾ ചെയ്താൽ മതി. ദൈവത്തിന്റെ പദ്ധതിയിലോട്ട് കാലെടുത്ത് വെക്കുന്ന അന്ന് ദൈവം നമ്മുടെ മേൽ പ്രസാദിക്കും. നമുക്കറിയാം, യോഹന്നാന്റെ
ആമേ സുവിശേഷങ്ങളെല്ലാം വായിക്കുന്നത് യോഹന്നാന്റെ കൈക്കീഴിൽ യേശു സ്നാനപ്പെടാൻ ചെന്നു 30-ാം വയസ്സിൽ. ഈ സ്നാനപ്പെടാൻ ചെന്ന് സ്നാനപ്പെട്ട് ഇങ്ങോട്ട് കയറുമ്പോ ആമേ സ്വർഗം തുറന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്നാൽ 30 വയസ്സ് യേശു ആമേൻ ഇന്നത്തെ ചെറുപ്പക്കാർ നടക്കുന്ന ഒരു ഉഴപ്പി അടിച്ച് ആമേൻ തോന്നിയതുപോലെ ജീവിക്കരുത്. ഏതായാലും അവസാനത്തെ 3 വർഷം ആമേൻ കർത്താവിന് വേണ്ടി ഉള്ളതാ. ബാക്കി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാന്ന് പറഞ്ഞ് ജീവിക്കുകയല്ലായിരുന്നു. ഈ 30 വർഷവും ആമേൻ യേശു താനായിരുന്നതെല്ലാം വിശ്വസ്തനായിരുന്നു. സ്വന്തം ഭവനത്തിൽ വിശ്വസ്തനായിരുന്നു. ആമേൻ തന്റെ കുടുംബത്തെ പുലർത്തിയിരുന്ന ആളാണ് യേശു. നമുക്കറിയാം ആമേൻ 12-ാമത്തെ വയസ്സിൽ ശാസ്ത്രിമാരോടും പരീശന്മാരോടും തർക്കിച്ച് അവരെ മിണ്ടാതാക്കിയ ആളാണ് യേശു. അപ്പൊ അത്രമാത്രം വിശ്വസ്തമായി ജീവിച്ചു. എന്നാൽ അന്നൊന്നും ഈ ഞാൻ നിന്റെ മേൽ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു ശബ്ദമുണ്ടായില്ല. 30-ാം വയസ്സിൽ യേശു ആമേൻ യോഹന്നാന്റെ കൈക്ക് സ്നാനപ്പെട്ട് ആ ദൈവപദ്ധതിയിലോട്ട് കാലെടുത്ത് വെക്കുമ്പോ സ്വർഗം തുറന്ന് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന്റെ ഞാൻ പ്രസാദിച്ചിരിക്കും. അപ്പൊ ദൈവപ്രസാദം നമ്മുടെ മേൽ വരണമെങ്കിൽ ഓർത്തോണം ആമേൻ നാം എല്ലാവരും ദൈവ പദ്ധതിക്ക് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. നിങ്ങളെല്ലാം ഇന്ന് മുതൽ പ്രാർത്ഥിക്കണം, കർത്താവേ നീ എന്നെ എന്തിനാ വിളിച്ചത്, നീ എന്നെ എന്തിനാ, അതെനിക്കൊന്ന് മനസ്സിലാക്കി തരും. ആമേൻ പത്രോസിന്റെ ലേഖനത്തിലും ആമേൻ എഫേസ്യ ലേഖനത്തിലും എല്ലാം പറയുന്നുണ്ട്, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവിൻ. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കൂടുതൽ സഹോദരിമാരാന്ന് തോന്നി മീറ്റിങ്ങിനകത്ത് പങ്കെടുക്കുന്നത്. അപ്പോ സഹോദരന്മാരോടാ പറഞ്ഞു, ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ ചിന്തിക്കല്ലേ. അല്ലെങ്കിൽ സഹോദരന്മാരോടും സഹോദരിമാരോടും ആമേൻ എല്ലാവരും കൂടെയാ ആ വാക്യം പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഒത്തിരി ഉറപ്പാക്കേണ്ടത് വളരെ ആവശ്യം. അപ്പൊ ആമേൻ 3 കാര്യം ഞാൻ പറഞ്ഞു. ജീവനുള്ളവരാകുക, 2 വിശുദ്ധിയുള്ളവരാകുക, 3 ഹല്ലേലൂയ ആമേൻ ദൈവവചനത്തിലേക്ക് കാലെടുത്ത് വെക്കുക സ്വന്തം. അപ്പൊ ആ നിലകളിൽ ആമേൻ നമ്മളെ ഏൽപ്പിക്കുമ്പോഴാണ് ദൈവം നമ്മെ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. ഇനി നമുക്ക് ആ വാക്യം 12-ാം അധ്യായത്തിന്റെ ആമേൻ 1-ാം വാക്യം ഒന്ന് വായിക്കുക. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗവുമായി സമർപ്പിപ്പീൻ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റും. ആമേൻ നമ്മളിലൂടെയാണ് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ളത്. ഈ തലമുറയിൽ ആമേൻ നാം ഒരു അത്ഭുത വിഷയമായി തീരട്ടെ. നാം നിൽക്കുന്ന ദേശത്ത് ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ കഴിയട്ടെ. ഹല്ലേലൂയ. 2-ാമത്തെ വാക്യം, 2-ാമത്തെ ഭാഗത്തെ ഞാൻ പോയി വേഗത്തിൽ 1-2 കാര്യം പറഞ്ഞിട്ട് നിർത്തുന്നു. ആമേൻ 2-ാം വാക്യം, ഈ ലോകത്തിന് അനുരൂപമാകാതെ ആമേൻ സ്തോത്രം നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഹല്ലേലൂയ. അപ്പൊ 2-ാമത്തെ ഇവിടെ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യം നമ്മുടെ മനസ്സാണ്. അറിയാം, ഈ പല ആളുകളും പുറമേയുള്ള കാര്യങ്ങളെല്ലാം ഒത്തിരി ശ്രദ്ധിക്കുന്നു, പക്ഷെ മനസ്സിനെ ശ്രദ്ധിക്കുന്നില്ല. ഹല്ലേലൂയ. ഈ നമ്മുടെ ആത്മീയ ജീവിതത്തിന് വിടുതൽ, പ്രത്യേകിച്ച് ദൈവദാസന്മാരും കൂടെ ഈ മീറ്റിങ്ങിനുള്ളതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ മനസ്സിനൊരു വിടുതൽ കിട്ടാതെ നമ്മുടെ ശുശ്രൂഷ പോലും ശരിയാകും. നമ്മുടെ ശുശ്രൂഷയും നമ്മുടെ ആത്മീയതയും ശരിയാകണം. നമ്മുടെ മൈൻഡിന്റെ മേലൊരു വിടുതൽ കിട്ടും. അസാധാരണമായ വിടുതൽ കിട്ടും. നമ്മളൊക്കെ പല സ്ഥലത്ത് ജനിച്ച് പല സാഹചര്യങ്ങളിലൂടെ വളർന്നു വന്ന് നമ്മുടെയൊക്കെ അകത്ത് രൂപപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവം, അതിനെ നമ്മൾ ഉടച്ചു കളയണം, ഇടിച്ചു കളയണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ ചുമ്മാതെ ഇടിക്കല്ല, ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ അതിനെ ഉടയ്ക്കണം. അതിനാണ് ഇവിടെ പുതുക്കുക, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഹല്ലേലൂയ. എന്തായാലും നമ്മുടെ മനസ്സിൽ എന്തേലും ഒരു സാധനം നിറയും. മനസ്സൊരിക്കലും ശൂന്യമായി കിടക്കത്തില്ല. അതാണ് മനസ്സിന്റെ പ്രത്യേകത. അത് നിറഞ്ഞേ ഇരിക്കുന്നു. ശൂന്യമായി മനസ്സ് കിടക്കത്തില്ല. ഒന്നീ വേണ്ടാത്ത കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും, അല്ലെ നല്ല കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. ഈ വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ വിളിക്കേണ്ട, തന്നെ വന്ന് കയറിക്കോളും. എന്നാൽ അതിനെയെല്ലാം പുറത്തു കളഞ്ഞാൽ നല്ല കാര്യങ്ങൾ നമ്മുടെ അകത്തേക്ക് കയറും. അതാണ് ഇവിടെ പറയുന്നത് ദൈവഹിതം, ദൈവത്തിന്റെ ഹിതം. ഈ ദൈവഹിതത്തെ കുറിച്ച് നിങ്ങൾ ധ്യാനിച്ചിട്ടുണ്ടോ? ദൈവഹിതം എന്താണ്? ദൈവഹിതം ഇവിടെ ദൈവഹിതത്തെ കുറിച്ച് പറയുന്നത്, ദൈവഹിതം നന്മയുള്ളതാണ്, പൂർണ്ണതയുള്ളതാണ്, പ്രസാദമുള്ളതാണ്. ദൈവത്തിന്റെ ഹിതം എന്ന് പറഞ്ഞാൽ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ളതാണ്. ഈ സാധാരണ ഇപ്പൊ ചില ആളുകൾ മിക്ക ആളുകളും എന്നോട് വിളിച്ചിങ്ങനെ ഓരോ വിഷയങ്ങൾ പ്രാർത്ഥിക്കാൻ പറയും. അതെ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ദൈവത്തിന്റെ ദാസം വിളിച്ചു, അവള് എക്സാം എഴുതിയിട്ട് പാസ്സാകുന്നില്ല. അവള് DHED എക്സാം എഴുതിയിട്ട് പാസ്സാകുന്നില്ല.
ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്? കല്യാണമാണോ കഴിക്കേണ്ടത്? ഇനിയും പിന്നെ എക്സാം എഴുതണോ? ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറ ദൈവദാസനെ, ദൈവഹിതം എന്താണെന്ന് പറ. അല്ലേ? അപ്പൊ അങ്ങനെ ചോദിക്കുന്ന ദൈവഹിതമുണ്ട്. അല്ലേലിയ, സ്വന്തം. ഞാൻ ഏത് കോഴ്സാ പഠിക്കണ്ടേ? ഞാൻ എങ്ങോട്ടാ പോകേണ്ടത്? കാനഡയ്ക്കാണോ, അമേരിക്കയിലോട്ടാണോ, ഓസ്ട്രേലിയക്കാണോ പോകേണ്ടത്? ഒന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞേ കർത്താവിന്റെ ദാസനെ എന്ന് പറയുന്ന ആ ദൈവഹിതമല്ല ഈ പറയുന്ന ദൈവഹിതം. അല്ലെ? ഇവിടെ പറയുന്ന ദൈവഹിതം, സ്തോത്രം, നമ്മുടെ ലൈഫിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പാക്കേജ്, അത് ഓരോ ദിവസവും നമുക്ക് കിട്ടണം. അതെല്ലാ ദിവസവും എല്ലാ മൊമെന്റിലും നമുക്ക് കിട്ടണം. അങ്ങനെ നടന്നൊരു മനുഷ്യർ അബ്രഹാം. അതുകൊണ്ടാണ് അബ്രഹാമിനോട് പോകേണ്ടുന്ന സ്ഥലം കൃത്യമായി പറയാൻ, ഞാൻ നിനക്ക് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ യാത്രയാകുന്നത്. കാണിപ്പാനിരിക്കുന്ന ദേശം അതെവിടാ? അല്ലേ? നമ്മളോടിപ്പോ ഞങ്ങളിപ്പോ കളമശ്ശേരിയിലാണ് താമസിക്കുന്നത്. കളമശ്ശേരിയിൽ തൃശ്ശൂരോട്ട് പോകാൻ പറയും, ഞങ്ങൾ പോകും. അല്ലെ കോട്ടയത്തിന് പോകാൻ പറഞ്ഞാൽ പോകും. മൂവാറ്റുപുഴയ്ക്ക് പോകാൻ പറഞ്ഞാൽ പോകും. വൈപ്പിൻ ദ്വീപിലോട്ട് പോകാൻ പറഞ്ഞാൽ പോകും. എന്നാൽ ഞാൻ പറയുന്ന ഒരു സ്ഥലത്തോട്ട് പോകാൻ പറഞ്ഞാൽ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ആക്കത്തില്ല, താക്കോല് കൈ പിടിച്ചിരിക്കും. കാരണം നമുക്ക് അറിയത്തില്ല എങ്ങോട്ടാ പോകേണ്ടത്. പക്ഷേ അബ്രഹാം ഇറങ്ങി തിരിച്ചത് തനിക്ക് എത്തിപ്പെടേണ്ട സ്ഥലത്തെ കുറിച്ച് ബുദ്ധിയിൽ കൃത്യമായ ഒരു ആലോചന കിട്ടാതെയാണ് അവൻ ഇറങ്ങി. അബ്രഹാമിനോട് സംസാരിക്കുമ്പോഴെല്ലാം ദൈവം അങ്ങനെ 22-ാം അധ്യായത്തിൽ പറയുമ്പോഴും നിന്റെ ഏകജാതനായ മകനെ കൊണ്ടുപോയി ഇസഹാക്കിനെ തന്നെ കൊണ്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന മലയിൽ. അവിടെ ഒത്തിരി മലകളുണ്ട്. ആ പറഞ്ഞ സ്ഥലത്ത് അനേക മലകളുണ്ട്. ഹല്ലേലൂയ. അവിടെ സ്തോത്രം, ഞാൻ കാണിക്കുന്ന ഒരു മലയിൽ പോണം. അബ്രഹാം കൃത്യമായിട്ട് ആ സ്ഥലത്തെത്തി. അവിടെയാണ് ആട്ടിൻകുട്ടികൾ വന്നത്. വേറെ മലയിലൊന്നും ആട്ടിൻകുട്ടി എത്തിയില്ല. അവിടെ 25 മലയുണ്ടെങ്കിൽ 25 ആട്ടിൻകുട്ടിയെ ഓരോ മലയിലും വെച്ച് ഇവൻ എവിടെയെങ്കിലും കയറി ചെല്ലുകയാണെങ്കിൽ സ്തോത്രം, ആട്ടിൻകുട്ടിയെ കിട്ടട്ടെ എന്ന് കരുതി ദൈവം വെച്ചില്ല. ദൈവം പറയുന്ന സ്ഥലത്ത് എത്തുന്നതിലാണ് വിടുതലിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം ഇന്നതെന്ന് നാം തിരിച്ചറിഞ്ഞ് ദൈവഹിതത്തിലൂടെ നാം എല്ലാ ദിവസവും സഞ്ചരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളും നടന്നത് അങ്ങനെയാണ്. ഹല്ലേലൂയ. മേഘം പോകുമ്പോൾ അവർ യാത്ര തുടരും, മേഘം നിൽക്കുമ്പോൾ അവർ കൂടാരം അടിക്കും. ഹല്ലേലൂയ. ചിലപ്പോൾ ഒരാഴ്ചയായിരിക്കും, ഒരു മാസമായിരിക്കും, ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും. മേഘത്തിന് കൃത്യമായ ദിവസങ്ങളൊന്നുമില്ല. അപ്പൊ ദൈവത്തിന്റെ പദ്ധതി അവര് നോക്കി, മേഘത്തെ നോക്കിയാണ് അവർ സഞ്ചരിച്ചത്. ഇതുപോലെ ദൈവത്തിന്റെ നമ്മളെ കുറിച്ചുള്ള ദൈനംദിനമുള്ള ഹിതം മനസ്സിലാക്കി മുന്നോട്ട് നടന്നാൽ അതിനകത്ത് ഭയങ്കര വിടുതലുണ്ട്, അതിനകത്ത് ഭയങ്കര ഉയർച്ചയുണ്ട്, അതിനകത്ത് ഭയങ്കര നന്മയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. പക്ഷെ ഇത് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ മനസ്സിനെ ഒന്ന് റെഡിയാക്കേണ്ടത് ആവശ്യം. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു വിട്ടപ്പോ കാര്യം തീർന്നു. പക്ഷേ ഇതൊരു വലിയ കാര്യമാണ്. സ്വതന്ത്രം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചെറിയ കാര്യമല്ല. നിങ്ങൾ ഇതിനു വേണ്ടി മനസ്സ് വെക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യം. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും ദൈവത്തോട് പറയണം, കർത്താവേ, എന്റെ മനസ്സിന്റെ മേലൊരു വിടുതൽ അയക്കണമേ. എന്റെ മനസ്സിൽ കിടക്കുന്ന എല്ലാ വേദനകളെയും, എല്ലാ വേണ്ടാത്ത കാര്യങ്ങളെയും, എല്ലാ ആകുലതകളെയും, എല്ലാ ടെൻഷനെയും, എല്ലാ അശുദ്ധ മണ്ഡലങ്ങളെയും ഞാൻ പുറത്താക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആമേൻ. എത്ര പേര് അങ്ങനെ പ്രാർത്ഥിക്കും? കർത്താവേ, എന്റെ മനസ്സിനകത്ത് വരുന്ന എല്ലാ വേണ്ടാത്ത കാര്യങ്ങളെയും ഞാൻ യേശുവിൻ നാമത്തിൽ പുറത്താക്കും. ഹല്ലേലൂയ. ആമേൻ. പണ്ടൊക്കെ എന്റെ കാര്യം ഞാനങ്ങ് പറയാം, ഒത്തിരി നിരാശപ്പെടുമായിരുന്നു. ഭാരമേറിയ അനുഭവങ്ങളുടെ ഒത്തിരി ടെൻഷൻ അടിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോ ആ നിരാശ വരുമ്പോ തന്നെ നമ്മൾ പറയും, കർത്താവേ, യേശുവിൻ നാമത്തിൽ നിരാശകളെ ഞാൻ പുറത്താക്കും, ടെൻഷനെ ഞാൻ പുറത്താക്കും, വേദനകളെ ഞാൻ പുറത്താക്കും, അല്ലെ കയ്പിനെ ഞാൻ പുറത്താക്കും. മറ്റുള്ളവരുടെ സ്വന്തം നമുക്ക് ദേഷ്യമൊക്കെ തോന്നും കേട്ടോ. വേണ്ടാത്ത പണിയൊക്കെ ഓരോരുത്തർ കാണിക്കും, ദേഷ്യമൊക്കെ തോന്നും. ഉടനെ നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ, എന്റെ അകത്ത് പൊങ്ങുന്ന ദേഷ്യത്തെ ഞാൻ പുറത്താക്കും, പാപത്തെ ഞാൻ പുറത്താക്കും. അങ്ങനത്തെ പുറത്താക്കിയ ദൈവമക്കളെ, ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാകും. ഹാലേലിയ. ഈ 2 കാര്യങ്ങൾ ഞാൻ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ വെക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒന്ന്, ജീവനും ചൈതന്യമുള്ള പ്രസാദമുള്ളതാ യാഗമാക്കി നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കുക. 2, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഈ ദിവസങ്ങളിൽ കർത്താവേ, നിനക്ക് യോജിച്ച നിലകളിൽ ഞാൻ എന്നെ തന്നെ ആക്കുന്നു എന്ന് പറഞ്ഞ് എത്ര പേര് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവേ, എന്റെ ജീവിതത്തെ ഒന്ന് റെഡിയാക്കണമേ, എന്റെ ജീവിതത്തെ ഉത്സാഹമുള്ളതാക്കണമേ, എന്റെ ജീവിതത്തെ ചൈതന്യമുള്ളതാക്കണമേ. ഹല്ലേലൂയ. ഈ റോമാലേഖനത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വാക്യം വായിച്ചിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ നിർത്താം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. അതിന്റെ 12-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യം, 12-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, 12-ന്റെ 11-ാം വാക്യം. ആമേൻ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി
കർത്താവിനെ സേവിപ്പിൻ. നമ്മളെ വിളിച്ചത് അങ്ങനെ നിൽക്കാൻ വേണ്ടിയാ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. ഹല്ലേലൂയ. നമുക്ക് കണ്ണിലടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സമയം തീർന്നല്ലോ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ ശരീരങ്ങളെ ദൈവസന്നിധിയിൽ അർപ്പിക്കാം. നമ്മുടെ മനസ്സിന്റെ മേൽ ഒരു വലിയ വിടുതൽ വെളിപ്പെടട്ടെ. മനസ്സിനകത്ത് രൂപാന്തരം ഉണ്ടാകട്ടെ. ദൈവം തീർച്ചയായിട്ടും നമ്മോട് കൂടെ ഇരുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ ഓർത്ത് ദയവായി പ്രാർത്ഥിക്കുക. കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.